പ്രിയമുള്ളവരെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ രണ്ടാം ഭാഗത്തും എഫീഷ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം ഒന്നാം ഭാഗത്തും വായിക്കുവാൻ പോകുകയാണ്. ഈ ഒന്നാം ഭാഗത്തെ ആദ്യ ചിന്ത നമ്മൾ എടുക്കുന്നത് എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നിന്നാണ്. ദയവായി ബൈബിളുള്ള എല്ലാവരും എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ദയവായി ശ്രദ്ധിക്കൂ. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായൊരു വാക്യമാണ്. പെട്ടെന്ന് നമ്മൾ ഇതിനകത്തേക്കൊന്ന് ഇറങ്ങാൻ പോകുകയാണ്. ഒരുപാട് ക്രിസ്ത്യൻ മാൻഡേറ്റുകൾ ഈ വാക്യത്തിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. ഒരുപാട് ക്രിസ്തീയതയുടെ വലിയ മുഖങ്ങൾ ഈ വാക്യത്തിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം ഒരു ലൈഫ് സ്റ്റൈലാണ്, ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈലാണ്. ഞാൻ അങ്ങനെ ഒരു ഹെഡിങ് കൊടുത്താൽ ഇന്നെ കേൾക്കുന്നവർക്ക് കൂടുതൽ ഈ ആശയം തുറന്നു കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം ഒരു ക്രിസ്തീയ ജീവിത ശൈലിയാണ്. അതുകൊണ്ട് ഈ അധ്യായം തുടങ്ങുമ്പോൾ പറയുന്നത് ദൈവത്തെ അനുകരിപ്പീൻ. 5-ാം അധ്യായത്തിന് 1-ാം വാക്യം ഞാൻ വേണമെങ്കിൽ വായിക്കാം. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ, ശ്രദ്ധിക്കുക വാക്യങ്ങൾ, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. അപ്പൊ ഇവിടെ യേശുവിനെ അനുകരിപ്പീൻ എന്നൊരു പ്രധാന പരാമർശമാണ് ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ അപ്പോസ്തലൻ കൊടുക്കുന്നത്. കർത്താവിനെ ഇമിറ്റേറ്റ് ചെയ്യുവീൻ, യേശുവിനെ അനുകരിപ്പീൻ എന്നുള്ള, യേശുവിനെ മാതൃകയാക്കുവീൻ എന്നുള്ള ഒരു പ്രബോധനമാണ് കൊടുക്കുക. അപ്പം യഥാർത്ഥ ക്രിസ്തീയതയുടെ ദർശനം തെളിവായി കാണേണ്ടിയത് യേശുവിലാണ്, യേശു ക്രിസ്തുവിലാണ്. ഇവിടെ ഈ വാക്യത്തിൽ അത് തന്നെയാണ് കാണുന്നത്. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ഈ വാക്യത്തിൻ്റെ ആശയം ശ്രദ്ധിക്കൂ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ക്രിസ്തീയ ജീവിത ശൈലിയുടെ വിശദീകരണമാണ്. ആ ക്രിസ്തീയ ജീവിത ശൈലിയെ വിശദീകരിക്കുമ്പോൾ അപ്പോസ്തലൻ ഒരു വ്യക്തിയെയാണ് ആദ്യമേ പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് അദ്ദേഹത്തെ അനുകരിപ്പീൻ എന്നാണ് പറയുന്നത്. ആ വ്യക്തി വേറെ ആരുമല്ല, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു തന്നെത്താനാണ്. യേശുവിനെ അനുകരിപ്പീൻ എന്ന പ്രബോധനമാണ് ഇവിടെ കൊടുക്കുന്നത്. എന്താണ് യേശുവിൽ അനുകരിപ്പാനുള്ളത്? അതാണ് നമ്മൾ ഈ വാക്യത്തിൽ കാണുന്നത്. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ. അപ്പൊ ക്രിസ്തു ചെയ്ത കാര്യം ആദ്യമേ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. നല്ലതായിട്ട് 2-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. എഫീഷ്യർ 5:2. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു. നോക്കിയ വാക്യത്തിൻ്റെ ശൈലി പോകുന്നത്, ക്രിസ്തു നമ്മെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഇതിനകത്ത് 3 ഭാഗങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് അത് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ വേഗത്തിൽ മനസ്സിലാക്കാൻ. 1-ാമത്തെ ഭാഗം ക്രിസ്തു നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ്. 2-ാമത്തെ ഭാഗം നമ്മെ സ്നേഹിച്ചപ്പോൾ തന്നെ. 2-ാമത്തെ ഭാഗം ഒന്ന് മാനവരാശിയോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം യേശുവിലൂടെ പ്രദർശിപ്പിച്ചു. അപ്പോൾ തന്നെ യേശുവിൻ്റെ യാഗം പിതാവിന് മുമ്പാകെ ഒരു സൗരഭ്യവാസനയായ യാഗമായിരുന്നു. അതും ആ വാക്യത്തിൽ അകത്തുണ്ട്. ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ ആ വാക്യം വായിക്കാം. എഫീഷ്യർ 5:2. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. അപ്പൊ ഈ ക്രിസ്തുവിൻ്റെ അർപ്പിക്കലിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സാക്രിഫിഷ്യൽ ഡെത്തിൽ 2 മുഖമുണ്ട്. ഒന്ന് ടുവേർഡ്സ് മാൻകൈൻഡ് ആണ്, ഒന്ന് മാനവരാശിയോട് ബന്ധപ്പെട്ടുള്ളതാണ്, 2 പിതാവിനോട് ബന്ധപ്പെട്ടുള്ളതാണ്. ഒന്ന് ദൈവത്തോട് ബന്ധപ്പെട്ടുള്ളതാണ്, 2 മാനവരാശിയോട്, ലോകത്തോട് ബന്ധപ്പെട്ടുള്ളതാണ്. ദൈവത്തിന് മുമ്പിൽ യേശുവിൻ്റെ യാഗം സൗരഭ്യവാസനയായിരുന്നു. നോക്കുക വാക്ക്, നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടായിട്ട് യേശു അർപ്പിച്ചു. അപ്പം യേശു ദൈവത്തിന് മുമ്പാകെ സൗരഭ്യവാസനയായ യാഗമായി തന്നെത്താൻ അർപ്പിച്ചു. അപ്പം ദൈവത്തിന് മുമ്പാകെ, പിതാവായ ദൈവത്തിന് മുമ്പാകെ യേശു തന്നെത്താൻ അർപ്പിച്ചിരുന്നു പൂർണ്ണമായി. എങ്ങനെയാ അവിടെ പറയുന്നത്? സൗരഭ്യവാസനയായ യാഗമായി തന്നെത്താൻ യേശു അർപ്പിച്ചിരുന്നു. അതാണ് 1-ാമത്തെ ഭാഗം. അപ്പൊ ദൈവത്തോടുള്ള ബന്ധത്തിൽ
പിതാവിനോടുള്ള ബന്ധത്തിൽ പുത്രനായ യേശു തമ്പുരാൻ സൗരഭ്യവാസനയായ യാഗമായി തന്നെത്താൻ അർപ്പിച്ചിരുന്നു. ഇനി നമ്മോടുള്ള ബന്ധത്തിലോ, അതാ രണ്ടാമത്തെ ഭാഗം കണ്ടത്. രണ്ടാമത്തെ വാക്യം, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയും വഴിപാടുമായി യാഗമായി അർപ്പിച്ചതുപോലെ. അപ്പം നമ്മെ സ്നേഹിച്ചാണ് ഇതെല്ലാം ചെയ്തത്. അപ്പം നോക്കിയേ, ലോകത്തെ സ്നേഹിച്ചു, ദൈവത്തിന് അർപ്പിച്ചു. ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ചിന്തിക്കുന്നു. എന്നോട് ചേർന്നൊന്ന് പറയാമോ? ലോകത്തെ സ്നേഹിച്ചു, ദൈവത്തിന് അർപ്പിച്ചു. ഇതാണ് ക്രിസ്തീയ മാർഗദർശനം. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ രൂപരേഖ. ദൈവത്തിന് അർപ്പിക്കുന്നു, ലോകത്തെ ദൈവത്തിൻ്റെ സ്നേഹത്താൽ സ്നേഹിക്കുന്നു. ലോകത്തെ വെറുക്കുന്നില്ല, ലോകത്തെ സ്നേഹിക്കുന്നു, എന്നാൽ തന്നെ ദൈവത്തിന് അർപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് അർപ്പിക്കുമ്പോൾ തന്നെ ലോകത്തെ സ്നേഹിക്കുന്നു. ഇതാണ് ഇവിടെ പറയുന്ന ക്രിസ്തീയ ജീവിത ശൈലി. ഇനി ഇത് രണ്ടായിട്ടാണ് ഇവിടെ വിശദീകരിക്കുക. എങ്ങനെയാണ് ദൈവത്തിന് അർപ്പിച്ചതെന്നും എങ്ങനെയാണ് ലോകത്തിന് കൊടുത്തതെന്നും ഈ വാക്യത്തിനകത്തുണ്ട്. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു. അപ്പൊ ഇതാണ് ലോകത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ക്രിസ്തീയ മാതൃക. തമ്മിൽ സ്നേഹിക്കുന്നതിനാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. തമ്മിൽ സ്നേഹിക്കുക. യേശു പഠിപ്പിച്ച ഏറ്റവും വലിയ കൽപ്പന, അല്ലെങ്കിൽ യേശു പറഞ്ഞ ഏറ്റവും വലിയ ഉപദേശം ഏതാന്ന് ഒറ്റ വാക്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയാൻ കഴിയട്ടെ. യേശു പറഞ്ഞ ഏറ്റവും വലിയ ഉപദേശം, യേശു പഠിപ്പിച്ച ഏറ്റവും വലിയ പഠിപ്പീര്, നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പീൻ എന്നുള്ളതാണ്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തേ. ഏറ്റവും വലിയ കൽപ്പീര്. ഞാൻ പറയട്ടെ, മുഴുവൻ ന്യായപ്രമാണം അടങ്ങിയിരിക്കുന്നു. 412 കമാൻഡ്മെന്റ്സ് അടങ്ങിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത് ഏതിനകത്താണെന്നറിയോ? നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശരീരത്തോടും കൂടെ സ്നേഹിക്കുക എന്നൊരൊറ്റ കൽപ്പനയ്ക്കകത്ത് 416 ന്യായപ്രമാണത്തിലെ കൽപ്പനകളുടെ നിവർത്തീകരണം വന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സ്നേഹം നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. സ്നേഹം പൂർത്തിയാകുന്നത്, അല്ലെങ്കിൽ നിയമം പൂർത്തിയാകുന്നത് സ്നേഹത്തിലാണ്. അപ്പം യേശു കാണിച്ചു തന്ന ആ ജീവിത മാതൃകയുടെ വിശദീകരണം നിങ്ങൾ ഇവിടെ ദയവായിട്ട് ശ്രദ്ധിക്കൂ. ക്രിസ്തു നമ്മെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയും വഴിപാടുമുള്ള യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. അപ്പൊ ഇവിടെ ഈ വാക്യത്തിനകത്ത് ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ഒന്ന്, ക്രിസ്തു നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ്. രണ്ട്, നമ്മെ സ്നേഹിച്ചിട്ട് യേശു എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഹല്ലേലൂയ. സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ഇവിടെ ഏറ്റവും അവസാനം നമുക്കുള്ള പ്രബോധനമാണ്, നാം സ്നേഹത്തിൽ നടപ്പിൻ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് ഒന്ന് പറഞ്ഞ് സ്നേഹത്തിൽ നടപ്പിൻ. അപ്പം ഏത് സ്നേഹത്തിലാണ് നടക്കേണ്ടത്? ആ മാൻഡേറ്റാണ്, ആ മാതൃകയാണ് മുമ്പിൽ കാണിച്ചത്. ഏത് സ്നേഹത്തിലാണ് നടക്കേണ്ടത്? പിതാവിന് തന്നെത്താൻ അർപ്പിച്ച സ്നേഹം. ഹല്ലേലൂയ. പ്രതിഫലേച്ഛ കൂടാതെ തന്നെത്താൻ പിതാവിന് അർപ്പിച്ച സ്നേഹം. അതാണ് ഇവിടുത്തെ സ്നേഹത്തിൻ്റെ മോഡൽ. അതാ ഇവിടെ രണ്ടാമത്തെ വാക്യത്, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ. അത് മുമ്പിൽ നിൽക്കുകയാണ്. തന്നെത്താൻ വഴിപാടും യാഗവുമായി അർപ്പിച്ച യേശു മുമ്പിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹത്തിലെല്ലാം ചെയ്ത യേശു മുമ്പിൽ നിൽക്കുകയാണ്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞു, ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാം സ്നേഹത്തിൽ കൊടുക്കുന്നതാണ് ക്രിസ്തീയത. ഹല്ലേലൂയ. ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാം സ്നേഹത്തിൽ ചെയ്യുന്നതാണ് ക്രിസ്തീയത. ഇന്ന് ആ ക്രിസ്തീയത ഇതിനകത്തൊന്ന് വ്യാപരിക്കട്ടെ. എനിക്കെതിരെ ആ വ്യക്തി ചെയ്യുന്നത് ദോഷമാണെന്നറിഞ്ഞുകൊണ്ടും ആ വ്യക്തിക്ക് നന്മ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയത. ഹല്ലേലൂയ. അവൻ എനിക്ക് ഉപദ്രവകാരിയാണെന്ന് അറിഞ്ഞിട്ടും, അവൻ എനിക്ക് ദോഷം ചെയ്യുന്നവനാണെന്ന് അറിഞ്ഞിട്ടും, എല്ലാ ദോഷവും അവൻ എനിക്ക് വിരോധമായി ചെയ്യുന്നുണ്ട് എന്ന അറിവ് കിട്ടുമ്പോഴും അവന് നന്മ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയത. അതാണ് യേശുവിൽ നാം പ്രകടമായി കണ്ടത്. ഹല്ലേലൂയ. യേശു തന്നെത്താൻ അർപ്പിച്ച മാനവരാശി യേശുവിന് അനുകൂലമായിരുന്നോ? നോക്കൂ, ക്രൂശിക്കുവാൻ കൽപ്പിച്ച വ്യക്തിക്കും വേണ്ടിയും കൂടെയാണ് യേശു മരിച്ചത്. ഹല്ലേലൂയ. അവനെ ക്രൂശിക്കുക എന്ന് ആർത്തു വിളിച്ചവർക്ക് വേണ്ടിയും കൂടെയാണ് യേശു മരിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ സ്നേഹത്തിൻ്റെ ആഴം എത്ര വലിയതാണ്. അവൻ്റെ താടിരോമം പിച്ചി പറിച്ചവർക്ക് വേണ്ടിയും കൂടെയാണ് അവിടുന്ന് മരിച്ചത്. ആ വിലാപ്പുറം കുത്തിത്തുളച്ച വ്യക്തിക്കും വേണ്ടിയും കൂടെയായിരുന്നു ആ മരണം. ഓ
ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ താടിരോമം പിച്ചി പറിച്ചവനും വേണ്ടിയായിരുന്നു ആ മരണം. ആ മുഖത്ത് കാർക്കിച്ച് തുപ്പലേറ്റവനും വേണ്ടിയും കൂടെയായിരുന്നു ആ തുപ്പലേറ്റ ശേഷം യേശു ഏറ്റെടുത്ത മരണം. അപ്പോൾ തന്നെ മനസ്സിലായി, ഇത് ഇങ്ങോട്ടെന്തോ പ്രതീക്ഷിച്ച് അങ്ങോട്ട് കൊടുത്ത സ്നേഹമല്ല. പിന്നെയോ ഇങ്ങോട്ട് എന്ത് കിട്ടിയാലും വേണ്ടിയല്ല, അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് നേടുന്ന സ്നേഹമാണ് ക്രിസ്തീയ സ്നേഹം. ഹല്ലേലൂയ. അതാ ഈ വാക്യത്തിനകത്ത് നമ്മൾ കണ്ടത്. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചു. ഇവിടെ ഈ വാക്യത്തിൻ്റെ ഒന്നാം മുഖം ദൈവത്തിലേക്കാണ്, രണ്ടാം മുഖം മാനവരാശിയിലേക്കാണ്. ആ ഒന്നാം മുഖത്തിനകത്ത് തന്നെ ഇവിടെ 3 കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. യേശുവിനെ ആരും നിർബന്ധിച്ചിട്ടല്ല യേശു സൗരഭ്യവാസനയായ യാഗമായി തീർന്നത്. ഹല്ലേലൂയ. ഇവിടെയാണ് ആ വാക്യത്തിൻ്റെ ആശയം പൂർണ്ണമായി എല്ലാ ഉള്ളങ്ങളിലും പതിയേണ്ടത്. എവിടെയാണ് ആ വാക്യത്തിന്റെ ആശയം പൂർണ്ണമായിട്ട് എല്ലാ ഉള്ളങ്ങളിലും? ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ, അതിൽ അടിവരയിടേണ്ട വാക്ക് തന്നെത്താൻ എന്നുള്ളതാണ്. നോക്കൂ, ആ വാക്കിന് അടിവരയിടൂ, തന്നെത്താൻ. ആരും നിർബന്ധിച്ചില്ല. യേശുവിനത് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ദോഷം വരുമെന്നോ ഒന്നുമില്ല. ഹല്ലേലൂയ. ഒരു ദോഷവും യേശുവിന് വരാനില്ല. ആരും നിർബന്ധിക്കാതെ കുരിശേറ്റെടുത്തു എന്നുള്ളതാണ് ക്രിസ്തീയ സ്നേഹം യേശു പ്രദർശിപ്പിച്ചത്. ഹല്ലേലൂയ. നിർബന്ധം സഹിക്കുക വയ്യാതെ കുരിശ് ചുമക്കുന്നവർ നിങ്ങളും ഞാനും ഒക്കെയാണ്. എനിക്ക് നിങ്ങൾക്കും ഒക്കെ അങ്ങനെയാണ്. നിവൃത്തിയില്ല, അതുകൊണ്ട് ഞാൻ ഈ കഷ്ടത്തിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ആരും അടിച്ചേൽപ്പിക്കാതെ, അല്ലെങ്കിൽ ആരും നിർബന്ധിക്കാതെ തന്നെത്താൻ, ഒന്ന് പറഞ്ഞ ആ പദം, തന്നെത്താൻ. ഹല്ലേലൂയ. ഒരുത്തരം നിർബന്ധിച്ചില്ല യേശുവിനെ. എന്നാൽ യേശു തന്നെത്താൻ. നോക്കി ആ വാക്യം നോക്കി, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗമായി അർപ്പിച്ചതുപോലെ. ഹല്ലേലൂയ. ഒരു നിർബന്ധവും കൂടാതെ, ഒരു ബാഹ്യ പ്രേരണയും കൂടാതെ, ആരും നിർബന്ധിക്കാതെ യേശു തന്നെ He himself, not by any external compel. Hallelujah. ഒരു പുറത്തുള്ള ഒരു നിർബന്ധവും കൂടാതെ യേശു തന്നെ ദൈവത്തിന് സൗരഭ്യവാസനയായ യാഗവും വഴിപാടുമായി സമർപ്പിക്കുവാൻ യേശുവിനെ പ്രേരിപ്പിച്ച ഘടകം വേറെ ഒന്നുമല്ലായിരുന്നു, പിതാവിനോടുള്ള സ്നേഹവും മാനവരാശിയോടുള്ള സ്നേഹവുമായിരുന്നു. ഹല്ലേലൂയ. ഇവിടെയും നമ്മെ അതിനു വേണ്ടിയാ തന്നെയാണ് പ്രേരിപ്പിക്കേണ്ടത്. ഈ കഷ്ടം വരുമ്പോൾ കഷ്ടം ചുമക്കുന്നു, അല്ലെങ്കിൽ കുരിശ് വരുമ്പോൾ കുരിശ് ചുമക്കുന്നു. നിവർത്തിയില്ലാതെ ഞാൻ അതിൻ്റെ അകത്ത് പെട്ടുപോയത് കൊണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിലുള്ള ആ കുരിശ് ഞാൻ വഹിച്ചുകൊണ്ട് നടക്കുന്നു എന്ന ചിന്തയിൽ നിന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാനത് വഹിക്കാൻ തയ്യാറാണ്. കാരണം എനിക്കറിയാം, ഈ കുരിശ് നാളെ എൻ്റെ കിരീടമാണ്. ഈ കുരിശ് നാളെ എൻ്റെ കിരീടം. ഞാൻ ഇന്ന് വ്യക്തിപരമായി എന്നോട് കേൾക്കുന്ന ഓരോ മക്കളോടും എടുത്തു പറയട്ടെ, ഈ പ്രഭാതത്തിൽ ഈ വചന ധ്യാനം നിങ്ങളുടെ വീടുകളിൽ എത്തുമ്പോൾ ഈ കേൾക്കപ്പെടുന്ന വചനത്തിനകത്തുള്ള അസാധാരണ ദൈവകൃപ ഇന്ന് ഓരോ മക്കളും അനുഭവിക്കാതെ എടുക്കാതെ ഇരിക്കരുത്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ വചനത്തിനകത്തൊരു വലിയ ജീവനുണ്ട്, ഒരു മാതൃകയുണ്ട്, ഒരു ക്രിസ്തീയ മാർഗദർശനമുണ്ട്. എന്താ ക്രിസ്തീയ മാർഗദർശനം? പിതാവിനെ സ്നേഹിച്ച് ആ സ്നേഹത്തിൽ മാനവജാതിക്ക് വേണ്ടി തന്നെത്താൻ അർപ്പിച്ചു കൊടുത്ത ദൈവപുത്രന്റെ ഒരു വെളിപ്പാട് ഈ വാക്യത്തിലുണ്ട്. ഹല്ലേലൂയ. ഇന്നത് സ്വീകരിക്കുന്ന ഓരോരുത്തരിലേക്കും ആ സഹനമാ വ്യാപരിക്കുന്നത്, ഓരോരുത്തരിലേക്കും ആർദ്രതയാ വ്യാപരിക്കുന്നത്, ഓരോരുത്തരിലേക്കും അഭിഷേകമാ വ്യാപരിക്കുന്നത്. ആ അഭിഷേകം വ്യാപരിച്ചിട്ട് അവനെ പോലെ നമ്മെ ആക്കി മാറ്റുന്ന കൃപയാണ് ഇന്ന് രാവിലെ നമുക്ക് അനുകൂലമായിട്ട് വ്യാപരിക്കുന്നത്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ. സോ ദി ക്രിസ്ത്യൻ മാൻഡേറ്റ്, ഇവിടെ കാണിച്ചിരിക്കുന്ന ക്രിസ്തീയ മാർഗദർശനം, ആ ക്രിസ്തീയ മാർഗദർശനം ഞാൻ പറഞ്ഞല്ലോ, അത് 2 മുഖത്തോടു കൂടിയുള്ളതാണ്. ഒന്ന് പിതാവിനോടുള്ള ബന്ധത്തിലുള്ളതാണ്. പിതാവിന് മുമ്പിൽ സൗരഭ്യ വാസനയായ യാഗമായി യേശുവിൻ്റെ ശരീരം മാറ്റപ്പെടുന്നതാണ്. തന്നെത്താൻ അർപ്പിക്കുന്ന ദൈവപുത്രനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തന്നെ മാനവജാതിയോടുള്ള ബന്ധത്തിലുള്ളതാണ്. അത് നാം കണ്ടു, നമ്മെ സ്നേഹിച്ചു എന്നൊരൊറ്റ വാക്യത്തിനകത്ത് വിശദീകരിക്കുകയാണ്. ഇനി ഈ മൂന്നാമത്തേതാണ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. മൂന്നാമത്തേത് ഇങ്ങനെ പിതാവിനെ സ്നേഹിച്ച് പിതാവിൻ്റെ സ്നേഹത്തിൽ മാനവജാതിക്ക് വേണ്ടി തന്നെത്താൻ അർപ്പിക്കുന്ന ഓരോ ക്രൈസ്തവനും അവൻ്റെ ജീവിതം സൗരഭ്യവാസനയായി മാറുകയാണ്.
അവൻ്റെ ജീവിതം സൗരഭ്യവാസനയായി മാറി. ഞാൻ ഒന്നുകൂടി അത് എടുത്ത് പറയാം. പിതാവിനെ സ്നേഹിച്ച് ലോകത്തിന് തന്നെ കൊടുക്കുന്ന ഓരോ ക്രൈസ്തവ, ഇതാണ് യേശുവിൽ കണ്ടത്. അതാണ് യേശു പിതാവിനെ സ്നേഹിച്ചു, ലോകത്തിന് തന്നെ കൊടുത്തു. ഒന്നടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്ത് പറഞ്ഞു, പിതാവിനെ സ്നേഹിച്ചു, ലോകത്തിന് തന്നെ കൊടുത്തു. ഹല്ലേലൂയ. പിതാവിനോടുള്ള ബഹുമാനത്തിൽ, പിതാവിനോടുള്ള ആർദ്രതയിൽ ലോകത്തിന് തന്നെ. ഇതാണ് ഏത് ക്രൈസ്തവന്റെയും ജീവിത ശൈലി. യേശുവിൻ്റെ സ്നേഹത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നു, ലോകത്തെ സെർവ് ചെയ്യുവാൻ, ലോകത്തെ ശുശ്രൂഷിക്കുവാൻ, ലോകത്തെ സെർവ് ചെയ്യുവാൻ നമ്മെ തന്നെ വിധേയപ്പെടുത്തുകയാണ്. ആ വിധേയപ്പെടുത്തലാണ് സൗരഭ്യവാസനയായി മാറുന്നത്. സൗരഭ്യവാസന ചേർന്നൊന്ന് പറഞ്ഞ് സ്വീകരിച്ച്, സൗരഭ്യവാസന. എല്ലാവരും ഒന്ന് പറഞ്ഞ് സ്വീകരിച്ച്, സൗരഭ്യവാസന. നിങ്ങൾക്കുള്ളിൽ ഈ സൗരഭ്യത്തിൻ്റെ വാസന ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഈ സൗരഭ്യം ഇരിപ്പുണ്ട്. ഇന്ന് യേശുവിൻ്റെ മാർഗദർശനം ഏറ്റെടുക്കുമ്പോൾ ആ സൗരഭ്യവാസന ലോകത്തിലേക്ക് വരികയാണ്. എന്ത് ചെയ്യാൻ തുടങ്ങിയാലും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങണം. പിതാവിൻ്റെ സ്നേഹത്തിൽ ലോകത്തിന് ഞാൻ എന്നെ തന്നെ കൊടുക്കുവാണ്. പറഞ്ഞേ, പിതാവിനോടുള്ള സ്നേഹത്തിൽ ലോകത്തിന് ഞാൻ എന്നെ തന്നെ കൊടുക്കുകയാണ്. വീട്ടിൽ ആഹാരം വിളമ്പുന്ന ഓരോ അമ്മമാരും ചിന്തിച്ചുകൊണ്ട് ഇത് വേണം, പിതാവിൻ്റെ സ്നേഹത്തിൽ ലോകത്തിന് ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന കാര്യം. ഹല്ലേലൂയ. ഒരു തുണി അലക്കുന്ന സാധാരണ വീട്ടമ്മ പോലും ഈ ബോധ്യത്തിൽ വേണം വീട്ടിൽ ഓരോ ജോലിയും ചെയ്യാനായിട്ട്. പിതാവിനോടുള്ള സ്നേഹത്തിൽ ഞാൻ എന്നെ തന്നെ ലോകത്തിന് കൊടുക്കുവാണ്, വീട്ടുകാർക്ക് വേണ്ടി കൊടുക്കുകയാണ്, നാട്ടുകാർക്ക് വേണ്ടി കൊടുക്കുകയാണ്, സമൂഹത്തിന് വേണ്ടി കൊടുക്കുകയാണ്. ഇവിടെയാണ് യഥാർത്ഥ ക്രിസ്തീയ മാർഗദർശനം വെളിപ്പെട്ടു വരുന്നത്. ഇതിനകത്ത് യേശു തന്നെത്താൻ, ആ വാക്യം ഞാൻ പിന്നെയും വായിക്കാൻ വേണമെങ്കിൽ, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കും. അത് മാർഗദർശനമാണ്, അത് മുമ്പിൽ മോഡലാണ്. എന്നിട്ട് പറയാം, അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുവേ. 5-ന്റെ 1-ാം വാക്യത്തിൽ കണ്ടില്ലേ, പ്രിയ പുത്രന്മാരെന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. കണ്ടോ, പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ആരെ അനുകരിക്കും? യേശുവിനെ അനുകരിപ്പീൻ. യേശുവിനെ അനുകരിപ്പീൻ. എന്നതാ യേശുവിൻ്റെ ശൈലി? യേശുവിൻ്റെ ശൈലിയാ കണ്ടത്. പിതാവിനെ സ്നേഹിച്ചു, ലോകത്തിന് തന്നെ കൊടുത്തു. സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചു. ആ വാക്യം നോക്കി, ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ. ഹല്ലേലൂയ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വാക്യം സംസാരിക്കാൻ വേണ്ടിയാണ്. സൗരഭ്യവാസനയായ, ചേർന്നൊന്ന് പറഞ്ഞേ, സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ. ഹല്ലേലൂയ. നോക്കൂ, എല്ലാ യാഗങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്കറിയാം, എല്ലാ യാഗങ്ങളും അർപ്പിക്കാൻ ഒരാൾ വേണം. പക്ഷെ യേശു ഇവിടെ പറയുന്നത് തന്നെത്താൻ അർപ്പിച്ചു എന്നാണ്. നോക്കൂ, ഹല്ലേലൂയ. എല്ലാ യാഗങ്ങളും, every sacrifice which is offered in the altar, there should be a priest to offer. But in the sacrifice of Jesus, or in the sacrificial death of Jesus, there was no priest, because he was the priest, and he is the priest, and he will be the priest. അവിടുന്ന് തന്നെയായിരുന്നു പുരോഹിതൻ. അവിടുന്നാണ് യേശുവിനെ ആരും അർപ്പിച്ചതല്ല, യേശു തന്നെത്താൻ അർപ്പിക്കപ്പെട്ടതാ. കരമടിച്ചൊന്ന് യേശുവിനെ. എത്ര പേർക്ക് മനസ്സിലായി? യേശുവിനെ ആരും അർപ്പിച്ചതല്ല, യേശു തന്നെത്താൻ അർപ്പിക്കപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ യാഗവസ്തുക്കളുമായി പുരോഹിതൻ പോയി അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ യേശുവിൻ്റെ കാര്യത്തിൽ അർപ്പിക്കാൻ ആരുമില്ലാഞ്ഞിട്ട് യേശു തന്നെത്താൻ അർപ്പിക്കുകയായിരുന്നു. അതാ വാക്യത്തിൽ കാണുന്നത്. നോക്ക് ഒന്നുകൂടെ, ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ, തന്നെത്താൻ അർപ്പിച്ചതുപോലെ. ഹല്ലേലൂയ. എടുത്തു കൊടുക്കാൻ ആളില്ലാഞ്ഞിട്ട് താൻ തന്നെത്താനായി യാഗപീഠത്തിൽ കയറി കിടക്കുകയാണ്. ഒരാട് പുരോഹിതൻ അതിനെ കണ്ടമായി നുറുക്കി മാംസവും മേധസ്സും വേർതിരിച്ച് അതിനെ ശുദ്ധിയുള്ളതാക്കി യാഗപീഠത്തിൽ കൊണ്ടുവന്ന് യാഗവസ്തുവിൻ്റെ മേൽ വെച്ച് ദഹിപ്പിച്ച് ആ ക്രിയ ചെയ്യുന്നത് പോലെ ഈ യാഗവസ്തുവിനെ ദഹിപ്പിക്കാൻ ആരുമില്ലാഞ്ഞിട്ട് തന്നെത്താൻ ക്രോധാഗ്നിയിലേക്ക് എടുത്തു ചാടി, തന്നെത്താൻ പാപാഗ്നിയിലേക്ക് എടുത്തു ചാടി, തന്നെത്താൻ യാഗമായി, തന്നെത്താൻ സൗരഭ്യവാസനയായ യാഗമായി, തന്നെത്താൻ യാഗമാകുവാൻ വിധേയപ്പെട്ടു. അതിൻ്റെ റിസൾട്ട്
റിസൾട്ടാണ് കണ്ടത്. യാഗാഗ്നിയിലേക്ക്, ക്രോധാഗ്നിയിലേക്ക്, പാപാഗ്നിയിലേക്ക്, യാഗാഗ്നിയിലേക്ക് യേശു എടുത്തു ചാടിയപ്പോൾ ഒരു സുഗന്ധം പരിലസിച്ചു. അതാ ഇവിടെ വായിക്കുന്നത്, സൗരഭ്യവാസന. ചേർന്നൊന്ന് പറഞ്ഞു, സൗരഭ്യത്തിന്റെ ഒരു വാസന. ചേർന്നൊന്ന് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് ഓരോ ക്രൈസ്തവനും എവിടെ ചെന്നാലും ഈ സൗരഭ്യം അവനിലൂടെ പരക്കുന്നതിന് കാരണം എന്നാണെന്നറിയോ? ഈ സൗരഭ്യത്തിന്റെ പിന്നിൽ ഒന്ന് കത്തിയിട്ടുണ്ട്, ഒന്ന് സൗരഭ്യ വാസന ഉണ്ടാകാൻ കാരണമായി തീർന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു ചന്ദനത്തിരി കത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു സാമ്പ്രാണി കത്തിക്കുന്ന ഒരു മുറിക്കകത്ത് സുഗന്ധം പരക്കും. നമ്മളെല്ലാവരും ആ മുറിയിലോട്ട് കയറി ഒരുമിച്ച് നോക്കി, എന്താ ഇവിടെ കത്തിച്ചിരിക്കുന്നത്, എന്താ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ റൂം ഫ്രഷ് അടിക്കുന്ന റൂമിനകത്ത് ആൾക്കാർ കയറി ഒരുമിച്ച് നോക്കി, എന്താ ഇവിടെ ഈ ഫ്രാഗ്രൻസ് എവിടെ നിന്ന് വന്നു, എങ്ങനെയാ ഇവിടെ ഈ സുഗന്ധമുള്ളത്, എങ്ങനെയാ ഇത് വന്നിരിക്കുന്നത്? ഇതെല്ലാവരും ചോദിക്കും, എങ്ങനെയാ ഈ സുഗന്ധം വന്നിരിക്കുന്നത്? പക്ഷെ നിങ്ങൾ മറക്കരുത്, ഒന്ന് അതിൻ്റെ പിന്നിൽ കത്തിയിട്ടുണ്ട്. ഒന്ന് കത്താതെ ഈ സൗരഭ്യം വരികയില്ല, ഒന്ന് തകരാതെ ഈ സൗരഭ്യം വരികയില്ല, ഒരു പാത്രം ഉടയാതെ ഈ സൗരഭ്യം വരികയില്ല. ഇന്ന് നിങ്ങളിലും എന്നിലും പരിലസിക്കുന്ന സൗരഭ്യത്തിന് കാരണം തകർക്കപ്പെട്ട ദൈവപുത്രനായ യേശുവാണ്. ഒന്ന് പറഞ്ഞ് സ്വീകരിക്കാമോ? യേശു തകർക്കപ്പെട്ടു, ഞാൻ ഉയർത്തപ്പെട്ടു. ആവർത്തിച്ച് പറഞ്ഞ് സ്വീകരിച്ചു. യേശു തകർക്കപ്പെട്ടു, ഞാൻ ഉയർത്തപ്പെട്ടു. യേശു തകരപ്പെട്ടതിനാൽ ഞാൻ ഉയർത്തപ്പെട്ടു. ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ മക്കളും എവിടെ പോയാലും ഈ സൗരഭ്യമാണ്. നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ നിങ്ങൾ അറിയുന്നുണ്ടോ എന്നറിയില്ല, നിങ്ങളിലൂടെ ഈ സൗരഭ്യം പടർന്നുകൊണ്ടിരിക്കുക. നിങ്ങളൊരു നാട്ടിൽ ചെന്നാൽ നിങ്ങളിലൂടെ ഈ സൗരഭ്യം പടർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു വീട്ടിൽ ചെന്നാൽ ആ വീടിന് അനുഗ്രഹമാണെന്ന് പറയുന്നത്. നിങ്ങളിലൂടെ ഈ സൗരഭ്യം പടർന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മിലൂടെ ഈ സൗരഭ്യം പടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മറക്കരുത്, ഈ സൗരഭ്യം എന്നിലൂടെയും നിങ്ങളിലൂടെയും പടരുവാനായി യാഗാഗ്നിയിലേക്ക് എടുത്തു ചാടിയ, ക്രോധാഗ്നിയിലേക്ക് എടുത്തു ചാടിയ, പാപാഗ്നിയിലേക്ക് എടുത്തു ചാടിയ ദൈവപുത്രനായ യേശുവിനെ മറക്കരുത്. തന്നെത്താൻ യേശു അർപ്പിച്ചു, സൗരഭ്യ വാസനയായി യാഗമായി മാറി. ഇന്ന് ഹല്ലേലൂയ, ആ സൗരഭ്യ വാസന ഓരോ ക്രൈസ്തവനിലൂടെയും പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നവരോട് എല്ലാം അടുത്ത് വന്നവർ ചോദിക്കുന്നു, എന്താ നിന്റെ അടുക്കൽ ഇത്രയും നല്ലൊരു സുഗന്ധം? നമുക്ക് വാസ്തവത്തിൽ ഒരു കാര്യം അറിയാം, കർത്താവേ, ഈ സുഗന്ധം എന്നിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ വീണ ആ അഗ്നിയിൽ ഒരാൾ വീണതിൻ്റെ അടുത്ത് ഞാൻ പോയി നിന്നേ ഉള്ളൂ, അവൻ്റെ സുഗന്ധമായി എന്നിൽ വന്നിരിക്കുന്നത്. ഈ സുഗന്ധമാണ് നിങ്ങളുടെ വ്യത്യസ്തത, ഈ സുഗന്ധമാണ് നിങ്ങളുടെ വ്യത്യസ്തത. പ്രിയമുള്ളവരെ, ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ മാർഗദർശനം. പിതാവിൻ്റെ സ്നേഹ മാനവരാശിക്ക് തന്നെ കൊടുക്കുവാൻ, യാഗപീഠത്തിൽ ആരും കൊണ്ടുവച്ച് യാഗവസ്തു ആക്കുവാൻ ആരുമില്ലാതിരുന്നപ്പോൾ തന്നെത്താൻ യാഗാഗ്നിയിലേക്കും ക്രോധാഗ്നിയിലേക്കും പാപാഗ്നിയിലേക്കും എടുത്തു ചാടി. ആ ചിത്രം എന്നെ എപ്പോഴും ഞെട്ടിക്കുന്ന ചിത്രമാണ്. ഹല്ലേലൂയ. ആ യാഗത്തിന്റെ പശ്ചാത്തലം അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം. യാഗവസ്തുക്കളുമായി പുരോഹിതന്മാർ കയറി പോകാറാണ് യാഗപീഠത്തിന്റെ അടുക്കിലേക്ക്. എന്നാൽ ഇവിടെ ഇതാ യാഗവസ്തുവില്ല, ഒരു പുരോഹിതനും ഇതിനെ അർപ്പിക്കുവാനില്ല. എന്നാൽ ഇതാ ഒരു വ്യക്തി യാഗപീഠത്തിലേക്ക് കയറി പോവുകയാണ്. ഞാൻ ആ വ്യക്തിയുടെ കയ്യിൽ യാഗവസ്തു ഉണ്ടോ എന്ന് നോക്കി. ആ വ്യക്തി എന്നോട് പറഞ്ഞു, കയ്യിലില്ല, കയ്യേ യാഗവസ്തുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെ യാഗവസ്തു എന്ന് ചോദിച്ചപ്പോൾ യേശു തന്നെത്താൻ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപത്തിന് വേണ്ടി അർപ്പിക്കപ്പെടാൻ പോകുന്ന തിരുശരീരം. പെസഹായുടെ നാളിൽ തൃക്കരങ്ങളിൽ അപ്പക്കഷണം എടുത്തുയർത്തി യേശുനാഥൻ പറഞ്ഞ പദം എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. ഈ ശരീരമാണ് യാഗാഗ്നിയിൽ, ക്രോധാഗ്നിയിൽ, പാപാഗ്നിയിൽ, ശാപാഗ്നിയിൽ വീഴാൻ പോകുന്നത്. ഈ ശരീരം വീഴുമ്പോൾ ഒരു സൗരഭ്യ വാസനയുണ്ടാകും. ആ വാസനയാണ് നിങ്ങളിലൂടെ ലോകമിനി ദർശിക്കുവാനും മണക്കുവാനും പോകുന്നത്. സമയമായി സഹോദരങ്ങളെ, സമയമായി. യേശുക്രിസ്തു യാഗപീഠത്തിൽ വെന്തെരിഞ്ഞു. ഞാൻ ആ ചിത്രമാണ് കാണുന്നത്. അവിടുന്ന് യാഗപീഠത്തിൽ വെന്തെരിഞ്ഞു. അക്ഷരാർത്ഥത്തിൽ യേശു കോപാഗ്നിയിൽ വീണു, യേശു ക്രോധാഗ്നിയിൽ വീണു, യേശു ശാപാഗ്നിയിൽ വീണു, യേശു യാഗാഗ്നിയിൽ വീണു. യേശു അവിടെ തകർക്കപ്പെട്ടപ്പോൾ ഒരു സൗരഭ്യ വാസന പടർന്നു. എന്നിട്ട് പറയുക, അതൊരു റോഡാണ്. അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. Now you can walk in his love.
Now you can walk in that fragrance. ഇപ്പോൾ നിങ്ങൾക്കും എനിക്കും അതിൽ നടക്കാൻ പറ്റും. ഏതിലാ? അർപ്പിച്ചേൽപ്പിച്ച ദൈവപുത്രനായ യേശുവിൻ്റെ ആ യാഗത്തിലൂടെ പുറത്തു വന്നൊരു സൗരഭ്യമുണ്ട്. അത് വഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് നടക്കാൻ കഴിയും. ആ സൗരഭ്യത്തിന്റെ പേരാണ് സ്നേഹം. ഓ, കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. നോക്കൂ, എത്ര വർഷമായി മഴ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? 15 വർഷം. യേശു കർത്താവ് ഇനിയിപ്പോൾ എടുക്കാൻ പോവാ. വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്, ഉണ്ട്. ഇതൊന്ന് ആ മഴയൊന്ന് സൂം ചെയ്തു. അതൊന്ന് തൊട്ടോ, അതെല്ലാം തൊട്ടോ, പിടിച്ചോ, അതെല്ലാം ഇങ്ങനെ പിടിച്ചോ. അമ്മ തന്നെ ഇങ്ങനെ പിടിച്ചോ. ഇപ്പൊ ഇത് അപ്രത്യക്ഷമാകാൻ പോവാ. നിങ്ങൾ കാണേണ്ടവരെല്ലാം അടുത്ത് വന്ന് വേണേ കണ്ടോ. വന്ന് കാണേണ്ടവരെല്ലാം അടുത്ത് വന്ന് കണ്ടോ. കർത്താവിനെ എടുക്കാൻ പോവാ. മോളെ പാടി പാടി വച്ചേ, വാ, വന്ന് നിങ്ങൾ കാണാൻ. പിള്ളേരെല്ലാം കാണണം, എന്നാലേ പിള്ളേർ യേശുവിനെ. ചേച്ചി കാണണം, വാ, വന്ന് കാണേ. അല്ല മോളെ, പ്രാർത്ഥിച്ചില്ല, പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നോക്കിക്കോ. ജീസസ് വന്ന് നോക്കിക്കോ. ജീസസ്, ജീസസ്. ആദ്യം നിങ്ങൾ മുഴ കാണാം, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവളുമാർ രണ്ടുപേരെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഒന്ന് തൊട്ട് നോക്കിക്കോ. മോളെ ഉണ്ടോ? പിടിച്ചോ, അമ്മ പിടിച്ചോ. അതെ, താങ്ക് യു ജീസസ്. യേശുവേ, ഒത്തിരി സങ്കടത്തിലാണ്, ഒത്തിരി. ഈ വീട് മുഴുവൻ ശാപനിബിഡമായിരിക്കുകയാണ്. നീ വീടിനകത്തേക്ക് സമാധാനം ഇറങ്ങി വരണം, രക്ഷ ഇറങ്ങി വരണം, മഹാരക്ഷയുടെ സന്തോഷം ഇറങ്ങി വരണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഓഫ്, പിടിച്ച മോളെ, പിടിച്ചു. ഒരു സൗഖ്യമായിക്കൊണ്ടിരിക്കും, ഒരു സൗഖ്യമായിക്കൊണ്ടിരിക്കും. അവരുടെ മേലെ യേശുവിന്റെ ജീവൻ പ്രവേശിച്ചുകൊണ്ടിരിക്കും, അവരുടെ മേലെ യേശുവിന്റെ ജീവൻ പ്രവേശിച്ചുകൊണ്ടിരിക്കുക. ഇവരുടെ വീട് മുഴുവൻ ഇന്ന് സമാധാനം കൊണ്ട് കർത്താവ് നിറയ്ക്കുക. അത് മാറിപ്പോയി കഴിഞ്ഞതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞാനത് ഉറപ്പിക്കുന്നു. ഇപ്പോഴാ ശരീരത്തിൽ അത് വെളിപ്പെട്ടു വരട്ടെ. ആമേൻ. എനിക്ക് ഉറപ്പാണ് അത് അവിടുന്ന് പോയി കഴിഞ്ഞു. കരമടിച്ച് യേശുവിന് ആരാധന. എഴുന്നേപ്പിച്ചു, 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 എഴുന്നേപ്പിച്ചു. അമ്മോ, ശോഭി അല്ലേ? ശോഭി, എന്നെ പറ്റി, എന്നെ പറ്റി ഇവിടെ നിൽക്കാൻ പറ്റിയില്ലേ? എന്ത് വീണ് പോയത്? എന്ത് വീണ് പോയത്? എന്താ? അതാ ഞാൻ ചോദിക്കുന്നത്. നിൽക്കാൻ പറ്റണല്ല. ആദ്യമായിട്ടാണോ ഇങ്ങനെ കർത്താവിന്റെ സ്പർശനം ഉണ്ടാകുന്നത്? നോക്കണം, നോക്കണം. പോയി പോയി നോക്ക് മക്കളെ, പറയുന്നത് ശരിയാണോ നോക്ക, 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 നോക്കടാ. കരമടിച്ചൊന്ന് യേശുവിനെ. വിവരങ്ങൾക്ക് സന്ദർശിക്കുക www.gracecommunityglobal.com.